Hi friends, welcome to Pubg Tech. Realme 3 Proയിലെ ഗെയിമിംഗ് റിവ്യൂ ആണ്. ഗെയിമിങ്ങിന് വേണ്ടി അസ്ഫാൾട്ട്, ഫോർട്ട്നൈറ്റ്, പബ്ജി ഈ 3 ഗെയിമുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൂടുതൽ പെസ് അതേപോലെ ഫ്രീ ഫയർ ഒക്കെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം, ഓർമ്മയുണ്ട്. അത് എല്ലാം കൂടി നമ്മളൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഒരു ചാനലിൽ തന്നെ വീണ്ടും ഗെയിമിംഗ് റിവ്യൂ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ര ഒരു ഭംഗിയല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ വേറൊരു വീഡിയോ കളിച്ച് റെക്കോർഡ് ചെയ്ത് അത് വേറൊരു ചാനൽ അപ്ലോഡ് ചെയ്യും. ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അത്തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും പെസ്സൊക്കെ അവിടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ റിയൽമി 3 പ്രോയിലെ ഗെയിമിങ്ങിലേക്ക് കിടക്കുകയാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സിസ്റ്റം പെർഫോമൻസും ഹീറ്റിങ്ങിൻ്റെ നിലവാരവും അതേപോലെ ബാറ്ററിയുടെ ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് തുടക്കത്തിലെ ഒരു ബാറ്ററി ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ എത്രയുണ്ടെന്നുള്ളതൊന്ന് നോക്കി മനസ്സിലാക്കാം. ഞാനിത് സ്ക്രീൻഷോട്ടായിട്ട് കാണിക്കാം. അപ്പം ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. 7:44 സമയം, 100% ബാറ്ററി ഉണ്ട്, 33.6, അപ്പോൾ ഒരു 34 ഡിഗ്രി ബാറ്ററി ടെമ്പറേച്ചർ. ഗ്രാഫിക്സ് സെറ്റിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ HD ഹൈ ഗ്രാഫിക്സ് സെറ്റിംഗ്സിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇതാണ് ഡിഫോൾട്ട് സെറ്റിംഗ്സ്. HDR ഓപ്ഷനൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ ബാലൻസ്ഡ് ആണെങ്കിൽ അൾട്രാ ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് HD ഹൈ ഗ്രാഫിക്സ് ക്ലാസിക് മോഡിലാണ്. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഡിഫോൾട്ട് സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചൊന്ന് കാണുക എങ്ങനെയുണ്ട് അതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത് കണ്ട് ഒന്ന് വിലയിരുത്താം. അപ്പോൾ നമുക്ക് ഇതുവരെ കളിച്ചതിൽ നിന്ന് ഒരു സ്മൂത്തായ മൂവ്മെൻറ്റ്, ലൂട്ടിംഗ് ആയാലും ഫയറിംഗ് ആയാലും ഒക്കെ നമ്മളോട് കണ്ടു. നല്ല സ്മൂത്തായ ഒരു പെർഫോമൻസാണ് ഈ മേഖലയിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മേഖലയിൽ യാതൊരു ഇഷ്യൂ ഇല്ല എന്നുള്ള കാര്യം ക്ലീൻ ആയിട്ട് തന്നെ മനസ്സിലായി. ഇനി നമുക്ക് ഡ്രൈവിംഗ് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മറ്റ് പല മികച്ച ഫോണുകളും, ഈ ഒരു പ്രൈസ് റേഞ്ചിലെ പല മികച്ച ഫോണുകളും നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ സെക്ഷനിൽ നമുക്ക് ഫ്രെയിം ഡ്രോപ്സ് കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മേഖലയാണ് ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. 2-3 തരത്തിലുള്ള വണ്ടികളുണ്ട് ഇതിൽ നമുക്കറിയാം. അപ്പോൾ അതിൽ 2-3 നമ്മളോട് എടുത്ത് സാമ്പിളിന് ഡ്രൈവ് ചെയ്ത് കാണിക്കാം. അത്യാവശ്യം ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്താലും നമുക്ക് ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല. വളരെ സ്മൂത്തായ എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമുക്കവിടെ മറ്റൊരു വണ്ടി കൂടി കാണുന്നുണ്ട്, നമുക്കത് എടുക്കാം. അതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ നമുക്ക് യാതൊരു ഇഷ്യൂസും കാണാൻ സാധിക്കുന്നില്ല. ഇത്തിരി ഗ്രാഫിക് ഇൻറ്റൻസീവായ സെക്ഷനൊക്കെ വരുമ്പോഴും ഈ ഡ്രൈവിംഗ് പോലുള്ള സെക്ഷനുകളിൽ ഒക്കെ വരുമ്പോഴും വളരെ സ്മൂത്തായ ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി നിങ്ങൾക്ക് കണ്ടു നോക്കാം. നല്ല മികച്ച പെർഫോമൻസ് ആണ് അതിനെ സംബന്ധിച്ച് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. ഗെയിമിംഗ് നമ്മൾ പല വട്ടം കളിച്ച് നോക്കി, എല്ലായ്പ്പോഴും നമുക്ക് ഈ ഒരു സ്മൂത്തായ എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. വേറെ ഫ്രെയിം ഡ്രോപ്പോ ലാഗോ ക്രാഷോ ഒന്നും വരുന്നില്ല. വളരെ സ്മൂത്തായ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ഈ ഫോൺ തരുന്നത് HD ഹൈ ഗ്രാഫിക്സ് സെറ്റിംഗ്സ്. ഇപ്പോൾ നമ്മളൊരു 8:04 സമയമായിരിക്കുന്നു. 91% ബാറ്ററി, അതുപോലെ ടെമ്പറേച്ചർ 42.9, 43 ഡിഗ്രിയാണ്. ഇത് ഓവർ ഹീറ്റിംഗ് എന്നൊന്നും പറയാനില്ല, എങ്കിലും നൈസായിട്ടൊന്ന് ഹീറ്റ് ആയിട്ടുണ്ട്. HD ഹൈ ഗ്രാഫിക്സ് സെറ്റിംഗിൽ പബ്ജി കളിക്കുമ്പോൾ ഇത്തിരി ഹീറ്റ് ആയെന്ന് വെച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ നമ്മൾ മറ്റുള്ള ഗെയിമുകൾ കളിക്കുമ്പോൾ, ഈ പബ്ജി ഒഴികെ ബാക്കിയുള്ള ഗെയിമുകൾ ഫോർട്ട്നൈറ്റ് ആയാലും അസ്ഫാൾട്ട് ആയാലും കളിക്കുമ്പോൾ 41 ആ ഒരു റേഞ്ചിലാണ് ബാറ്ററി ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഓവർ ഹീറ്റിംഗ് പബ്ജിയുടെ കാര്യത്തിലും ഇല്ല. വളരെ സ്മൂത്തായ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് തന്നെയാണ്.
നല്ല ബാറ്ററി ലൈഫും അതുപോലെ നല്ല കൺട്രോൾഡായ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ഫോൺ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പബ്ജിയുടെ ഒരു പെർഫോമൻസ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നല്ല മികച്ച പെർഫോമൻസ് ആണ്, ബാറ്ററി ലൈഫ് ഉണ്ട്, അതേപോലെ ഹീറ്റിംഗ് ഒന്നും ഓവറായിട്ട് വരുന്നില്ല. ഇനി നമുക്ക് ഫോർട്ട്നൈറ്റിൻ്റെ കാര്യത്തിൽ കിടക്കാം. അതിനു മുമ്പ് പബ്ജി അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഫോർട്ട്നൈറ്റ് തുടങ്ങാൻ പോവാണ്. അതിനു മുമ്പ് അതിൻ്റെ ബാറ്ററിയുടെ ഒരു സിറ്റുവേഷൻ നോക്കാം. ടൈം 8:45 ഞാനത് സ്ക്രീൻഷോട്ടായിട്ട് കാണിച്ചു തരാം. 8:46 ടൈം. അതേപോലെ 91% ബാറ്ററി, 32 ഡിഗ്രിയാണ് ബാറ്ററി ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് ഫോർട്ട്നൈറ്റിൻ്റെ ഒരു കളി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ട ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ഫോർട്ട്നൈറ്റ് വളരെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. യാതൊരു ഇഷ്യൂല്ല. 1-2 ഫ്രെയിം ഡ്രോപ്പ് മാത്രമാണ് ഞാൻ കണ്ടുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഫോർട്ട്നൈറ്റും പബ്ജി പോലെ തന്നെ ഫോർട്ട്നൈറ്റും വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ കളിക്കാൻ പറ്റും. നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഇവിടെ നമുക്ക് കാണാം. ഇനി നമുക്കിതിൻ്റെ ഒരു ടെമ്പറേച്ചർ ലെവൽ എങ്ങനെയാണ്, ഹീറ്റിംഗ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഓക്കെ, 88% ആണ് ബാറ്ററി ലെവൽ കാണുന്നത്. 8:56 സമയം. ഒരു 10-15 മിനിറ്റ് കളിച്ച് കഴിയുമ്പോൾ 40.1. അങ്ങനെ ഒരു ഹീറ്റിംഗ് ആണ് നമുക്ക് പൊതുവെ ഈ ഒരു ഫോണിൽ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഒരു 40-41 ബാറ്ററി ടെമ്പറേച്ചർ. ഓവർ ഹീറ്റിംഗ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ 2 ഗെയിം കഴിയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അസ്ഫാൾട്ടിൻ്റെ ഒരു പെർഫോമൻസ് ഒന്ന് നോക്കാം. അസ്ഫാൾട്ടിൻ്റെ ഒരു കളി നമ്മൾ കണ്ടിരിക്കുകയാണ്. ഒന്നും കൂടി കാണാം. അപ്പോൾ ഒരു നല്ല ഗെയിമിംഗ് പെർഫോമൻസ്, മൊത്തത്തിലൊരു കൺക്ലൂഷൻ എന്ന രീതിയിലേക്ക് എത്തുമ്പോൾ
പബ്ജി ആയാലും ഫോർട്ട്നൈറ്റ് ആയാലും അസ്ഫാൾട്ട് ആയാലും ഒക്കെ വളരെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഈ ഒരു ഫോണിന് ഇതിൻ്റെ ഗ്രാഫിക് സെറ്റപ്പിന് അല്ലെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള സോക്കിന് നമുക്ക് SoCക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സ്മൂത്തായ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് Realme 3 Pro എന്ന ഫോണിൽ കിട്ടുന്നുണ്ട്. അതേപോലെ ഓവർ ഹീറ്റിംഗ് ഇല്ല, ബാറ്ററി ലൈഫും നല്ല രീതിയിൽ കൺട്രോൾഡ് ആണ്. അപ്പോൾ നല്ലൊരു ഗെയിമിംഗ് ഫോണായിട്ട് നമുക്ക് ഈ ഒരു ഫോണിനെ കണക്കാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സാധാരണ ഗെയിമൊക്കെ കണ്ടമാനം കളിക്കുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും വ്യക്തമായൊരു അഭിപ്രായം വേറെ പറയാനുണ്ടായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി, അങ്ങനെ വാങ്ങിച്ച കുറേ സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുപോലെ തന്നെയാണോ, നല്ല സ്മൂത്തായ എക്സ്പീരിയൻസ് തന്നെയാണോ എന്നുള്ള കാര്യം താഴെ കമൻറ്റ് വഴി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കും അതേപോലെ തന്നെ വീഡിയോസ് കാണുന്ന മറ്റുള്ള സുഹൃത്തുക്കൾക്കും അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ കണ്ട എല്ലാവരും വീഡിയോയുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴി രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ പെസ് പോലുള്ള ഗെയിമുകൾ, ഫ്രീ ഫയർ അങ്ങനെയുള്ള ഗെയിമുകളൊക്കെ ഒന്ന് കളിക്കണം എന്ന് ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അടുത്ത് തന്നെ കളിച്ച് വേറൊരു ചാനൽ അപ്ലോഡ് ചെയ്യും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ചാനലിൻ്റെ. അപ്പോൾ ഇത്രയും നേരം കളിച്ച് കഴിയുമ്പോൾ ബാറ്ററി ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല പറയത്തക്കതായി, വളരെ സ്മൂത്താണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീണ്ടും മറ്റൊരു ടെക് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.